എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ആകെ ഓർമ്മ ഉള്ളത് ആ ഗാർബേജിലെ മണവും തലക്കുണ്ടായിരുന്ന വേദനയോ. വേദനയോ? എന്ത് വേദന? ഞാൻ ആ ഗാർബേജിൽ നിന്ന് പുറത്തു വരുമ്പോൾ എൻ്റെ തലയ്ക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അതന്നെ തലക്കിട്ട് ആരെങ്കിലും അടിച്ചായിരിക്കും. വെയിറ്റ്. തലക്കടി, പെയിൻ, മെമ്മറി പോയി. ഡോ, ഞാനൊരു നമ്പർ ഇട്ട് നോക്കിയാലോ? ഏറ്റു. താൻ എന്തെങ്കിലും ചെയ്യും. ഓ ഗോഡ്, ഇത് പിന്നെയും പോയോ? എന്ത്? ഓക്കെ ലിസൺ, ഒരാഴ്ച മുമ്പ് ഒരു ഹൈവേയിൽ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടത്, ഒരു പുലർച്ചെ. അത് കഴിഞ്ഞ് ഞാൻ മറ്റേ സിദ്ധാർത്ഥ തന്നെ കാണാൻ പോയപ്പോൾ തന്നെ അവിടെ ഇറക്കി വിട്ടു. ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ? ഓക്കെ, താൻ പിന്നെയും എൻ്റെ ഫ്ലാറ്റിലേക്ക് വലിഞ്ഞു കയറി വന്നു. നമ്മൾ തന്നെയും തപ്പി ഈ മൈസൂർ മൊത്തം കറങ്ങി. ഓർമ്മയുണ്ടോ? ഇല്ല. എടോ, തനിക്കെന്തോ മാരക രോഗാണ്. ഡോ, താൻ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചെങ്കിലും തനിക്ക് ഓർമ്മയുണ്ടോ? ഒരു ഓപ്പൺ കാറില്, റെഡ് കളർ. എന്തു പറ്റി? അതിന് ടയർ പിന്നെ പഞ്ചറായോ? കോപ്പ്, ഒരു മരി ആളെ വടിയാക്കരുത്. താൻ ഈ കള്ളത്തിലൊക്കെ എവിടുന്നാണോ പഠിച്ചത്? ഈ പേഷ്യന്റ് എത്രയാണോ? ഓമനക്കുട്ടൻ. അയ്യോ, മൈക്കിൾ. ഓ, അത് മതി. ഞാൻ ബോധമില്ലാതെ കിടന്ന സമയത്ത് തനിക്ക് വേണേ മുങ്ങായിരുന്നു അല്ലേ? ആ, വേണമെങ്കിൽ മുങ്ങായിരുന്നു. എൻ്റെ മമ്മ പോയതിൽ പിന്നെ ഞാൻ പോലും ഓർക്കാറില്ല തന്നു. പക്ഷേ ഇത്തവണ ഇത് എനിക്ക് ആരുടെയും കൂടെ ആഘോഷിക്കണം. വിത്ത് സമ്മൺ ഹു ഈസ് സ്പെഷ്യൽ ടു മീ. എൻ്റെ മമ്മയെ പോലെ. ക്യാൻ യു ബി മൈ സ്പെഷ്യൽ വൺ? സെൽവി, കൊഞ്ചം കേക്ക്. ശേ, രാവിലെ ശശികല വിനോദ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ നീ ശരിക്കും മരിച്ചില്ലല്ലേ? ഇല്ല, ഒരു ചെറിയ ആക്സിഡന്റ്. ആരാ? സിസ്റ്റർ? നോ, വി ആർ മാരീഡ്. നോ. അല്ല, ഓ, നിങ്ങളെങ്ങനെ പരിചയം? ഇവൻ ഇതുവരെ എന്നെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലേ? നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഓമനക്കുട്ടാ? ഞാൻ കുറേയൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഫുള്ള് പറയാൻ പറ്റില്ല. ആക്ച്വലി ഞങ്ങൾ റൂംമേറ്റ്സ് ആണ് മിസ് ഓമനക്കുട്ടൻ. പിന്നെ എൻ്റെ ഗുരു, മെൻറ്റർ, ഗൈഡ്, അങ്ങനെ എല്ലാം.
ജോലി ഒരുമിച്ചായിരുന്നു ക്ലിൻടോണിക്കയിൽ. ക്ലിൻടോണിക്കലോ? ആ അത് ക്ലിൻടോണിക്കല് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ആ യാ 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 ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ നേയുടെ കാര്യം നിന്റെ വൈഫിനോട് പറയട്ടെ. പേടിക്കണ്ട, പറയില്ല. നിങ്ങൾ എവിടെയാ താമസം? അല്ല, എന്തോ ഒരു കൺഫ്യൂഷൻ പോലെ. അതായത് ഈ ആക്സിഡന്റ് കഴിഞ്ഞിട്ടാണോ കല്യാണം അതോ കല്യാണം കഴിഞ്ഞിട്ടാണോ ആക്സിഡന്റ്? കല്യാണം കഴിഞ്ഞിട്ട് ആ, അപ്പൊ ഇന്നായിരുന്നില്ല കല്യാണം. അപ്പോ ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ ആക്സിഡന്റ്. അപ്പൊ പിന്നെ പത്രത്തിൽ ന്യൂസ് വന്നത്? ഇന്നത്തെ പത്രത്തിലല്ലേ ന്യൂസ്? ആ ശരിയാ, ഇന്നത്തെ പത്രത്തിലാണല്ലോ ന്യൂസ് വന്നത്. അല്ല ഒന്നുകൂട്ടാ, பாருங்க டின்னருக்கு போலாமா? പോലാം പോലാം. എടാ ഒന്നും വിചാരിക്കരുത്, ഞാൻ 2 ആഴ്ച കഷ്ടപ്പെട്ട മുതലാത് കിട്ടിയ അനച്ച് വിടുന്നില്ല. എന്നാ ചാവി നിങ്ങൾ റൂമിലേക്കല്ലേ, ഞാൻ അങ്ങോട്ട് എത്തിക്കാം. ബേബി ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെയൊന്നുമില്ല. ആ ശരി, പോയിട്ട് വരാം. എടോ സ്വപ്നം കണ്ട് നിൽക്കാതെ പോയി തപ്പടോ. ലൈസൻസ്, പാൻ കാർഡ്, ക്ലിൻടോണിക്ക. നോക്കണ്ട, അത് താൻ തന്നെയാ. ഞാൻ അന്നേ പറഞ്ഞില്ലേ താൻ മൈക്കിളൊന്നും അല്ലാന്ന്. താൻ ഓമനക്കുട്ടനല്ലേ? എന്താ മാറില്ലേ നീ കൺഫ്യൂഷൻ ഒന്നും? ഇനി എന്താ, നാളെ രാവിലെ തൊട്ട് ഓഫീസിൽ പോവാ. ക്ലിൻടോണിക്ക എന്താ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഓമനക്കുട്ടനായി. ഞാൻ ആലോചിച്ചിട്ട് ഈ ഒരു വഴിയേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിന്ന് കിട്ടിക്കോളൂ. ഈ വാതിലും കൂടെ ഒന്ന് മുട്ടി നോക്കാല്ലേ? ആയിരിക്കും. ആരാ? പോലീസോ? താനെന്തിനാ പോലീസിനോട് പേടിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അടുത്ത പണി